ഞാൻ എല്ലാവരോടും ചോദിച്ചിരുന്നതാണ് ഒരു ഇൻട്രോവേർട്ടിന് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമോ, അധികം സംസാരിക്കാത്ത ഒരാൾക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമോ എന്നുള്ളത്. കയറുമ്പോൾ എല്ലാവരും എന്നെ നോക്കുകയാണ്. സ്കേർട്ടിൻ്റെ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ടാവുമല്ലോ, ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പം ആ സ്ലിറ്റ് ഇങ്ങനെ കീറി ഇത്രയായി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ക്യാബിൻ ക്രൂ ജേർണി പറയുമെന്ന് വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ജേർണി ആയിട്ട് പറയാൻ മാത്രമൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കീപ്പ് വാച്ചിങ്. അപ്പോൾ കഥ തുടങ്ങുന്നത് എല്ലാവരും പോലെ തന്നെ എയർപ്ലെയിൻ കണ്ടിട്ട് അതിൽ കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടിട്ട് തന്നെയായിരുന്നു. കാരണം എൻ്റെ വാപ്പച്ചി ഗൾഫിലായിരുന്നു, ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ വാപ്പച്ചീനെ എല്ലാപ്പോഴും ഒരു 2 കൊല്ലമെത്തുമ്പോൾ നമ്മൾ വിളിക്കാൻ പോവുമായിരുന്നു. അങ്ങനെ വിളിക്കാൻ പോകുമ്പോൾ ഫ്ലൈറ്റ് കണ്ട് എയർ ഹോസ്റ്റസിനെ കണ്ടിട്ട് ആ ഒരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിചാരം ഇവർ ഒരേ സ്ഥലത്തോട്ട് തന്നെയാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജോലി ഉണ്ടെങ്കിൽ വാപ്പച്ചീനെ അവിടെ കൊണ്ടുവന്നാക്കാം, പിന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാം. ആ ഒരു മൈൻഡായിരുന്നു ആ ഒരു ചെറുപ്പത്തിൽ, ആ ഒരു സമയത്ത്. അങ്ങനെ അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെറുപ്പമൊക്കെ കഴിഞ്ഞപ്പം ഒരു ടീനേജ് പ്രായമൊക്കെ എത്തിയപ്പം ആ ഒരു ആഗ്രഹമേ പോയി. അതായത് മറന്നുപോയെന്ന് വേണം എനിക്ക് പറയാനായിട്ട്. പക്ഷേ എനിക്ക് എന്താവണമെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്ത് പറയണം. എല്ലാവരും ടീച്ചർ, ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം എനിക്കൊരു ഗോളോ ഒരു എയിമോ ഒന്നും ഉണ്ടായിരുന്നില്ല. 10 കഴിഞ്ഞാൽ എന്തെടുക്കണം അങ്ങനെ ഒരു ആഗ്രഹവും ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ +1 കൊമേഴ്സ് എടുത്തത്. കാരണം എനിക്ക് മാത്സ് വലിയ ഇഷ്ടമല്ല. അപ്പം ഞാനത് തിരഞ്ഞുപിടിച്ചിട്ട് മാത്സ് ഇല്ലാതെ കമ്പ്യൂട്ടേഴ്സ് ആപ്ലിക്കേഷനായിട്ടുള്ള കൊമേഴ്സ് എടുത്തു. അങ്ങനെ കൊമേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങനെ +2 കഴിയാനായി. അപ്പോൾ +2 കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണമെന്ന് അപ്പോഴും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഒരു ജോലിനെ കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷെ അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, അതായത് ആ സമയത്ത് ഇങ്ങനെ ഈ ജോലി ഫേമസ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടാത്തൊരു ജോലി പോലെയായിരുന്നു എല്ലാവരും പറഞ്ഞു നടന്നിരുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അതൊന്നും കിട്ടുമൊന്നുമില്ല, വെറുതെ പൈസ പോവും. കാരണം നല്ല വെളുത്തിട്ടുള്ള, നല്ല ചിരിയുള്ള, ഭംഗിയുള്ള, നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അത് കിട്ടുള്ളൂ. പിന്നെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പച്ചവെള്ളം പോലെ പറയണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴായിട്ട് ഉള്ള കോൺഫിഡൻസും പോയി. നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളൊരു വിചാരമായിപ്പോയി. പിന്നെയെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഓരോ കഥകളൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി ഈ ജോലീനെ പറ്റി. അത് മാത്രമല്ല, ഐ എം ഫ്രം എ മുസ്ലിം ഫാമിലി, സോ ഓഫ് കോഴ്സ് ആ ഒരു കാര്യമുണ്ട്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോലിക്ക് എങ്ങനെ പോവും, ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ ഒന്നിനോ ആരും ഉണ്ടായിരുന്നില്ല. ആകെ നമുക്കിങ്ങനെ ഈ കോഴ്സസിനെ കുറിച്ച് അറിയാം, അതിന് 1 ലക്ഷം രൂപ കൊടുക്കണം, അങ്ങനെ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എൻ്റെ വീട്ടിലിങ്ങനെ പരിചയമുള്ളവർ പോയിട്ട് 1 ലക്ഷം രൂപ വെറുതെ പോയി, ജോലിയൊന്നും കിട്ടിയില്ല, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ബിഗ് നോ ആയി. അതൊന്നും വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് എൻ്റെ വീട്ടിലെല്ലാവരും എടുത്ത BA എക്കണോമിക്സ് തന്നെ ഞാനും എടുത്തത്. ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോൾ ഉമ്മാൻ്റെ ഡയാലിസിസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മച്ചി 1 വർഷത്തോളം ഡയാലിസിസ് ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മളെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 ഇത്താത്തമാരാണ്, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനായിരുന്നു ഉമ്മാനെയൊക്കെ നോക്കിയിരുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ വീട് അങ്ങനെയായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരാൾ ഇങ്ങനെ വയ്യാണ്ടാവുമ്പോൾ നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. നമുക്ക് വേറൊരു ലോകം ഉണ്ടാവില്ല, നമ്മൾ ആകെ സ്ട്രെസ് ഔട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു ടെൻഷനിൽ ഇതൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ എക്സാമൊക്കെ എഴുതിയെടുത്തു. അങ്ങനെ 1 വർഷം ഇങ്ങനെ ഗ്യാപ്പ് എടുക്കുമ്പോഴാണ് ഉമ്മയുടെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞു നന്നായിട്ട് തന്നെ. പിന്നെ ഉമ്മ ഒരു റെസ്റ്റിലിരിക്കുമ്പോഴാണ് പിന്നീട് എനിക്ക് പഠിക്കാൻ പോകേണ്ട ആ ഒരു ടോപ്പിക്കിലോട്ട് പിന്നെയും വരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഓരോന്നൊക്കെ പഠിക്കാനൊക്കെ പോകുന്നു, ഞാൻ മാത്രം ഡിഗ്രി കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എനിക്കും പഠിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ലാണ്ട് പഠിക്കും, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ ഒരു പ്രതീക്ഷയായിരുന്നു.
പക്ഷെ എനിക്ക് മാത്രം എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആലോചിച്ചു, ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ പുറത്ത് പോയി പഠിക്കുന്ന ഒരു സംഭവം. അപ്പം എനിക്കും അങ്ങനെ തന്നെ പുറത്ത് പോകാനായിരുന്നു ആഗ്രഹം. വീട്ടിൽ പറഞ്ഞപ്പം അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ അപ്ലൈ ഒക്കെ ചെയ്തു യൂണിവേഴ്സിറ്റിയിലൊക്കെ. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫണ്ടിനാണ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ഞാനത് ലോൺ എടുത്തിട്ട് ഞാൻ എത്രത്തോളം ക്യാപ്പബിളാണ് തിരിച്ചടക്കാൻ, ഈ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തിട്ട് വേണമല്ലോ തിരിച്ചടക്കാനായിട്ട്. അപ്പം അവർക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതിൽ. അവർക്ക് സത്യം പറഞ്ഞാൽ എന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ തിരിച്ചടക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ പെട്ടുപോകുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു അത് വേണ്ട, അത് എടുത്തിട്ട് എന്തായാലും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് വേറെ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്ലൈ ഒക്കെ ചെയ്തിട്ടു, ഏജൻസീസിനൊക്കെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് അഡ്മിഷൻ ലെറ്ററും എനിക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിൻ്റെ ഫീ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് ഒക്കെ വന്നു. അപ്പോൾ ഞാനിതൊക്കെ കാണിച്ച് അവരൊന്ന് കൺവിൻസ് ചെയ്യിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ തീരെ കൺവിൻസ്ഡ് ആയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് 2 മാസത്തോളം ഞാൻ പിന്നെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്, അയ്യോ എനിക്ക് പോകാൻ പറ്റില്ല, എന്നെ വിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നടന്നു. പിന്നെ എനിക്ക് വീട്ടിലും ചെറിയൊരു വിഷമമൊക്കെ തോന്നിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, എന്നെ വിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, നീ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നോക്കിക്കോ, ചെയ്തോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് നോക്കി. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു ലക്ഷ്മി മായ എന്ന് പറഞ്ഞ മാമിൻ്റെ ചാനൽ എപ്പോഴും കാണുമായിരുന്നു. മാമിൻ്റെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും. അങ്ങനെയാണ് എനിക്കിങ്ങനെ ആഗ്രഹം വന്നത്. പിന്നെ ദിവ്യാസ് ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ടായിരുന്നു, ആ മാമും. സോ ആ സമയത്ത് ഈ 2 ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, അന്ന് ക്യാബിൻ ക്രൂ ആവാം അങ്ങനെ. പക്ഷെ എന്നാലും എന്ത് ചെയ്യണം എന്നൊന്നും യാതൊരു പിടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ നോർത്ത് ഇന്ത്യൻ വീഡിയോസ് കാണുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ വീഡിയോസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് നമുക്ക് ഏവിയേഷൻ കോഴ്സിൻ്റെ ആവശ്യമില്ല, നേരിട്ട് പോയി അറ്റൻഡ് ചെയ്യുക, അവരൊക്കെ അങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും നമുക്ക് ആ ഒരു ധൈര്യം പോരായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് തന്നെ വേണം. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് അതിലെല്ലാവരും പറയുന്നത് ചേരരുത് എന്നായിരുന്നു. എന്നാലും ഞാൻ പോയിട്ട് ഏവിയേഷൻ കോഴ്സിന് ചേർന്നു. കാരണം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അപ്പം അവിടെ നിന്ന് എനിക്ക് കൊച്ചിയിലോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വരാൻ എന്തായാലും പറ്റില്ല. അപ്പം എനിക്ക് എവിടെയെങ്കിലും കൊച്ചിയിൽ താമസിച്ചിട്ട് അവിടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോഴാകുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനൊരു ഷോർട്ട് ഡ്യൂറേഷൻ്റെ കോഴ്സിന് ചേരാമെന്ന് ഓർത്തിട്ട് കോഴ്സിന് ചേരുന്ന ഡീറ്റെയിൽസൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അങ്ങനെ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പാർട്ട് ടൈമിന് പോകുന്നത്, കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. കോഴ്സിന് ചേർന്ന് പെട്ടെന്ന് തന്നെ ഞാൻ പാർട്ട് ടൈമിന് കയറി. സത്യം പറഞ്ഞാൽ പാർട്ട് ടൈമാണ് എനിക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയത്. ഞാൻ GRE എന്നുള്ള പോസ്റ്റിൽ മറ്റേ പാരഗൺ റെസ്റ്റോറൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ലുലു മാളിൽ. സോ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഒട്ടും മറക്കാൻ പറ്റാത്തതാണ്. ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. എനിക്കിപ്പോഴും ഈ യൂണിഫോമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാനവിടെ 1 മാസത്തിൽ താഴെ വർക്ക് ചെയ്തുള്ളെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂവിൽ പറയാനായാലും എനിക്ക് കസ്റ്റമർ സർവീസ് ആയാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ കുറച്ച് നാളെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനവിടെ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്തിരുന്നു. കാരണം അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരിങ്ങനെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ടേബിൾ ഒഴിയുന്ന അനുസരിച്ചിട്ടാണ് അവർ അകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ അതിൽ ഫോറിനേഴ്സ് ഉണ്ടാവും, സെലിബ്രിറ്റീസ് ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാം ഇത് പറഞ്ഞിരുന്നു. എന്നാലും അപ്പം അവരോട് സംസാരിച്ച് അവരെ ഹാൻഡിൽ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു പേടി മാറിക്കിട്ടും. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പക്ക ഇൻട്രോവേർട്ടല്ല, എന്നാലും ചെറിയൊരു ഇൻട്രോവേർട്ടായിരുന്നു. ഒരു കൈൻഡ് ഓഫ് ആംബിവേർട്ട് എന്ന് പറയാം. കാരണം എനിക്ക് കൂടുതൽ കംഫർട്ടുള്ളവരോട് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു ഗ്രൂപ്പിലോട്ടൊക്കെ ചെന്ന് സംസാരിക്കാൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിത് മനസ്സിലായി തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അതുവരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ പരിപാടിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ആക്റ്റീവായിരുന്നു.
പക്ഷെ എൻ്റെ ഒരു കോൺഫിഡൻസ് ചോർന്ന് തുടങ്ങിയത് എനിക്ക് ഒരുപാട് കളിയാക്കലുകൾ കിട്ടിയപ്പോഴാണ്. കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പരീക്ഷിക്കും. ഓരോ പുതിയ മേക്കപ്പ്, ഓരോ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ പരീക്ഷിക്കുമായിരുന്നു. അങ്ങനെ ക്രീം ഇട്ടിട്ട് ക്ലാസ്സിലൊക്കെ പോകുമ്പോഴാണ് എനിക്ക് പുട്ടി എന്നുള്ള പേര് വീണത്. എൻ്റെ ക്ലാസ്സിൽ എന്നെ പുട്ടി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു പുട്ടി എന്ന് വിളിക്കുമ്പോൾ. പക്ഷേ ഇപ്പം എനിക്ക് സങ്കടമില്ല. കാരണം അന്നേ എനിക്ക് മേക്കപ്പും ഗ്രൂമിങ് ഒക്കെ ഇട്ട് ഞാൻ പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ സങ്കടമില്ല ഇപ്പോൾ. അങ്ങനെ ആ സമയത്ത് എന്നെ കളിയാക്കുമായിരുന്നു, ബോഡി ഷേമിങ്. എനിക്ക് അപ്പം ഹൈറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഹൈറ്റും ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്നെ പറയുമായിരുന്നു എന്തൊരു പൊക്കാണിത്, ഇപ്പം എൻ്റെ ഇത്താത്ത എന്നെക്കാട്ടിലും ചെറുതാണ്. അപ്പം നമ്മൾ ഒരു ഫങ്ഷന് പോകുമ്പോഴായാലും ഇതാണോ ഇത്ത, അല്ലെങ്കിൽ ഇതെന്ത് പൊക്കം, ഇത്താനെക്കാട്ടിലും വലുതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡായിരുന്നു ഓരോരോ കാര്യങ്ങളിലും. പക്ഷെ ഇപ്പോഴാണ് ഹൈറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻസ് വേണം ഓരോന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളെങ്ങനെയാണ് ക്യാബിൻ ക്രൂ ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ യൂട്യൂബ് എങ്ങനെയാണ് എന്നൊക്കെ അങ്ങനെ വിചാരിക്കും. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുമ്പം ക്യാബിൻ ക്രൂ ആണെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിച്ചിരുന്നതാണ്, ഒരു ഇൻട്രോവേർട്ടിന് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമോ, അധികം സംസാരിക്കാത്ത ഒരാൾക്ക് ക്യാബിൻ ക്രൂ ആവാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു ഫസ്റ്റത്തെ. പക്ഷേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലി ഡിമാൻഡ് ചെയ്യുന്നത് ടോക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ല. അതാണ് ഒരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം, എന്ന് വെച്ചാൽ നമ്മൾ നിർത്താതെ ഇങ്ങനെ സംസാരിക്കണം അങ്ങനെയും ഇല്ല. സോ ഈ ജോലിയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലാവണം, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം, എക്സ്ട്രോവേർട്ടായിരിക്കണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഈ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ എക്സ്ട്രോവേർട്ടൊന്നുമല്ല. അങ്ങനെ ഒക്കെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയോണ്ടാണ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലാതെ ഞാനെങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജോലി ഒരിക്കലും കിട്ടില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു തന്നത് ഞാൻ ആ ജോലിക്ക് കയറിയിട്ട് എനിക്കുണ്ടായിട്ടുള്ള ചേഞ്ചസിൻ്റെ കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ മൊത്തമായിട്ട് 3 ഇൻ്റർവ്യൂസാണ് അറ്റൻഡ് ചെയ്തിരുന്നത്. ഫസ്റ്റത്തെ 2 ഞാൻ ഇൻഡിഗോയിൽ അറ്റൻഡ് ചെയ്തു, പിന്നെ 3-മത്തേതാണ് എയർ ഇന്ത്യ. അങ്ങനെയാണ് സെലക്ട് ആയത്. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് എയർ ഇന്ത്യയിൽ കിട്ടണം എന്ന് തന്നെയായിരുന്നു. കാരണം എൻ്റെ മെയിനായിട്ടുള്ള മോട്ടീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യണമെന്നായിരുന്നു. കാരണം എന്നെ വീട്ടിൽ നിന്ന് വിടൂലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊത്തിരി ട്രാവൽ ചെയ്യണം. എയർ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പയർ ടു ഇൻഡിഗോ. അപ്പോൾ എനിക്കിതിൽ ജോയിൻ ചെയ്യണമെന്ന് തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇൻഡിഗോൻ്റെ ആയിരുന്നു നടന്നിരുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിഗോ ആയാലും കുഴപ്പമില്ല, പോകാമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പോയിട്ട് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് ഹിന്ദി റൗണ്ടിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നത് കോമഡി ആയിരുന്നു അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആർക്കും ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അങ്ങനെ പിന്നെ ഹിന്ദി പഠിക്കാൻ തുടങ്ങി. ഹിന്ദി പഠിച്ച് ഒരു വിധമൊക്കെ എത്തിയപ്പം നമ്മൾ ഒരാഴ്ചത്തെ ഡിഫറൻസിൽ 2-മത്തെ ഇൻ്റർവ്യൂ പോയിട്ട് അറ്റൻഡ് ചെയ്തു. അതും ഇൻഡിഗോടെ തന്നെ, കൊച്ചി തന്നെ. അത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ ലാസ്റ്റ് റൗണ്ട് വരെ എത്തിയത്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ ഞങ്ങളൊരു 3 പേര് ഇരിക്കുമായിരുന്നു. അവിടെ HR ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരോട് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 3 പേര് ഏത് രീതിയിലാണ് ആൻസർ ചെയ്യുന്നതെന്നാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഐ തിങ്ക് വൈ ഡു യു വാണ്ട് ടു ബിക്കം എ ക്യാബിൻ ക്രൂ ആണെന്ന് തോന്നുന്നു ചോദിച്ചത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിജക്റ്റ് ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് എന്തായിരുന്നു നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അന്ന് സെലക്ട് ആയെന്ന് വെച്ചാൽ ഒരാൾ സെലക്ട് ആയതേ ഉള്ളൂ ആ 3 പേരിൽ നിന്ന്. അപ്പം അന്ന് സെലക്ട് ആയിട്ടുള്ള ആ കാൻഡിഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഒരു ജോബ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ റോളിൽ ഫിറ്റാണെന്നുള്ള ഒന്ന് കരുതിയിട്ടുള്ള ആളെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ബാക്കി ഞാൻ പറഞ്ഞ ആൻസർ എനിക്കിപ്പോൾ ആലോചിച്ചിട്ട് ചിരി വരുവാണ്. കാരണം ഞാൻ ഒരു ഫാൻറ്റസി കൈൻഡ് ഓഫ് ആൻസറാണ് അന്ന് പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ എല്ലാ ദിവസവും ഓരോരോ കൺട്രിയിൽ ഓരോ കൺട്രിയിൽ ഉറങ്ങി എഴുന്നേൽക്കാൻ ഇഷ്ടമാണ്. ഓരോരോ സ്ഥലത്ത് പുതിയ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ പഠിച്ചതൊക്കെ ഓർത്ത് എന്തൊക്കെയോ കൂട്ടിക്കുഴച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ എന്തായാലും സെലക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത്. അങ്ങനെ ആ ഒരു കാൻഡിഡേറ്റ് സെലക്റ്റായി അവിടെ നിന്ന് പോന്നു. അപ്പോൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറച്ച് പേര് ഫുഡ് കഴിക്കാനായിട്ട് കൂടിയിട്ട് നമ്മൾ തീരുമാനം എടുത്തു. അതായത് നമ്മളിങ്ങനെ എല്ലാ മാസവും കൊച്ചിയിൽ ഇൻ്റർവ്യൂ പോയിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ച് വേറെ സ്ഥലങ്ങളും കൂടി ട്രൈ ചെയ്യണം.
കാരണം കൊച്ചിയിൽ ഇങ്ങനെ ഇത്ര പേര് വരും, അതിൽ നിന്ന് 1-2 പേരെ എടുക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ് വാസ് വെരി ലോ എന്ന് വേണം പറയാനായിട്ട്. കാരണം എല്ലായിടത്തും നമ്മൾ കേരളത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു സെൻറ്ററേ ഉള്ളൂ. ട്രിവാൻഡ്രത്ത് ഇടയ്ക്കൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കൊച്ചി, അതാണ് മെയിൻ സെൻറ്റർ. അപ്പം എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ വരും. അങ്ങനെ അത് നമ്മൾ തീരുമാനിച്ചു വേറെയുള്ള സ്ഥലങ്ങളിൽ പ്ലാൻ ചെയ്യാം, പോവാം അങ്ങനെയെന്ന്. അങ്ങനെയാണ് നമ്മൾ ചെന്നൈയിൽ ഇത് കണ്ടിട്ട് സെലക്ട് ചെയ്യുന്നത്. ആക്ച്വലി പ്ലാൻ വാസ് നമ്മൾ ചെന്നൈയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ 2 ദിവസം കഴിഞ്ഞിട്ടോ 1 ദിവസം കഴിഞ്ഞിട്ടോ സെയിം എയർ ഇന്ത്യയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇന്ത്യയോട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് ഇങ്ങോട്ട് പോവാം, ബാംഗ്ലൂർക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് 1 ആഴ്ചയോ 1.5 ആഴ്ചയോ കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് ഈ പ്ലാൻ ചെയ്തവരിൽ പകുതി പേര് ഈ ആക്ച്വലി ഇൻ്റർവ്യൂവിന് വരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ ജനറലിലാണ് പോയത്. എൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ യാത്രയായിരുന്നു അത്. ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ കൂടെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് നമ്മളൊരു 11 മണിക്കൂർ ഇരുന്നും നിന്നും ഒക്കെ കഴിച്ചു കൂട്ടി രാവിലെ ഒരു 9 മണിയായപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തി. അങ്ങനെ ചെന്നൈയിലെത്തിയപ്പം സംഭവം ഇൻ്റർവ്യൂ നടക്കുന്ന 10 മണിക്കാണ്. നമ്മൾ 9 മണിക്ക് ചെന്നൈയിലെത്തി. നമുക്ക് റെഡി ആവണം, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ റെഡി ആവാനായിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് റെഡിയായിട്ട് നമ്മൾ റെഡിയായി കഴിഞ്ഞപ്പോൾ 10:30 ആയി. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വെന്യൂലോട്ട് പോകണം. അപ്പം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബിൻ ക്രൂ ഇൻ്റർവ്യൂവിനാണ് പോയിരുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റോളം ഉണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഹോട്ടലിലോട്ട്. അപ്പോൾ എൻ്റെ കൂടെ വന്നവരാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്. അത് വേറെ സ്ഥലത്താണ്, അത് എയർപോർട്ടിൻ്റെ അടുത്താണ്, ഇത് വേറെയാണ്. അപ്പം അവിടെ നിന്ന് അവരെല്ലാവരും കൂടി മെട്രോ എന്തോ പിടിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പോയി. ഞാൻ ഒരാൾ മാത്രം, എൻ്റെ വേറൊരു ഫ്രണ്ട് അവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, വേറെ ട്രെയിനിലായിരുന്നു, ആദ്യത്തെ ട്രെയിനിലായിരുന്നു വന്നത്. അപ്പോൾ ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഈ ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ എനിക്ക് ഇത്രയും ദൂരം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ കുലുങ്ങി ഞാൻ ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്ത മേക്കപ്പും ഹെയറും എല്ലാം കാറ്റിലൊക്കെ ഇങ്ങനെ പോയി ആകെ അലമ്പായി. ഞാൻ 11 മണിയായി ഞാൻ അവിടെ എത്തുമ്പോൾ. 11 മണി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് ഞാൻ നേരം വൈകി, അതുപോലെ തന്നെ എൻ്റെ ഗ്രൂമിങ് എല്ലാം പോയി, ഇനി ഒന്നും രക്ഷയില്ല എന്നുള്ളതായിരുന്നു. അതുകൂടാതെ എൻ്റെ എൻ്റെ സ്കേർട്ടിൻ്റെ ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ടാവുമല്ലോ, ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പം ആ സ്ലിറ്റ് ഇങ്ങനെ കീറി. എത്രയായി ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ കുറച്ചധികം അത് കീറി. എനിക്ക് ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ തന്നത്. കാരണം അത് അങ്ങനെ കീറി. എൻ്റെ സ്റ്റോക്കിങ്സും എവിടെയോ കൊണ്ട് കീറി കറക്റ്റ് അവിടെ എല്ലാം കൊണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പോകാൻ. ഞാൻ പോവാതെ തിരിച്ചു വന്നാലോ എന്ന് ആലോചിച്ചിരുന്നു ഈ എയർ ഇന്ത്യയുടെ ഇൻ്റർവ്യൂവിന്. ആകെ മൊത്തം എൻ്റെ ഒരു ബാഡ് ഡേ ആയിരുന്നു എൻ്റെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ എന്നെ കണ്ടിട്ട് പറയും, നീ എന്ത് കോലത്തിലാണ് ഈ വരുന്നത്? അപ്പോൾ എൻ്റെ ഉള്ളതും കൂടി പോയി. ഞാൻ എന്നിട്ട് അവളോട് പറഞ്ഞു, ഇങ്ങനെ പറയില്ല, ഞാൻ ഒന്നാമത് കോൺഫിഡൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്, എന്തായാലും വന്നതല്ല, നമ്മൾ കയറിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഭാഗ്യത്തിന് അവർ ലേറ്റായിട്ടും എന്നെ അഡ്മിറ്റ് ചെയ്തു അതിൻ്റെ ഉള്ളിലോട്ട്. അത് കാരണം അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ. പിന്നെ CV കൊടുത്തിട്ട് ഞാനിങ്ങോട്ട് കയറുമ്പോൾ എല്ലാവരും എന്നെ നോക്കുകയാണ്. കാരണം ഞാൻ അതുപോലത്തെ ഒരു കോലത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കി അവരെല്ലാവരും കണ്ടപ്പോൾ ഞാൻ പിന്നെ ഉറപ്പിച്ചു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പോകാമെന്നുള്ളത്. കാരണം അവരൊക്കെ നന്നായിട്ട് ഗ്രൂം ചെയ്ത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും അവിടുത്തെ വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് കുറച്ച് കുഴപ്പമില്ലാത്തൊരു തരത്തിലാക്കി. എൻ്റെ പാവാടയൊക്കെ ഞാൻ പിന്നുകൊണ്ട് കുത്തി വെച്ചു, അത്രയ്ക്ക് ഇതായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തി, CV ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷനിൽ അപ്പോഴും ഈ ഒരു കോൺഫിഡൻസ് കുറവായതുകൊണ്ട് ഈ ഇത്രയും സംഭവങ്ങൾ സംഭവിച്ച കാരണം ഞാൻ ലാസ്റ്റാണ് പറഞ്ഞത്, എല്ലാവരുടെയും പോയിന്റ് കേട്ടിട്ട്. പക്ഷെ ഞാൻ മര്യാദയ്ക്ക് തന്നെ പറഞ്ഞു. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോരുത്തരുടെ എക്സ്പ്രഷനും ഓരോരുത്തരുടെ പറയുന്ന രീതിയെല്ലാം അവർ നമ്മളുടെ CV തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, റൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ആണ് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്താൽ മതി. അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞു. അങ്ങനെ
പേഴ്സണൽ ഇൻ്റർവ്യൂ, സ്കാർ ചെക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ HR-നായിട്ടുള്ളൊരു റൗണ്ടും കൂടി ഉണ്ടായിരുന്നു. അവിടെ വരെ എത്തി. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ലായിരുന്നു സെലക്ട് ആയി ഇല്ലെന്നൊന്നും അവർ പറഞ്ഞില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്തിരുന്നിരുന്ന കാൻഡിഡേറ്റിനോട് ചോദിച്ചു, അപ്പം പാസ്സായോ എന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഇത്ര പേര് വിന്നായവരാണ്, റിജക്റ്റ് ആയവരെയൊക്കെ നേരത്തെ പുറത്താക്കിയെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് നല്ലോണം സംസാരിച്ചിട്ട് നല്ലോണം ഗ്രൂം ചെയ്ത് വന്നവരൊക്കെ റിജക്റ്റായി. പിന്നീട് അറിയാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ നമ്മൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യാതെ സംസാരിക്കുക, അവരുടെ പോയിൻറ്റിനെ കവച്ച് വെച്ച് ഞാനതിന് എഗ്രി ചെയ്യുന്നില്ല, അങ്ങനെ കുറച്ച് റൂഡായിട്ട് അങ്ങനെ കുറേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടാണ് അങ്ങനെ പുറത്താക്കിയത് കുറേ പേര്. അങ്ങനെ ഒത്തിരി പേര് പോയിട്ട് ലാസ്റ്റ് നമ്മൾ മാത്രമായി. എന്നിട്ടും എനിക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഓൺ ബോർഡിങ് പ്രോസസ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് സെലക്ട് ആയി എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയത്. സോ അപ്പം അന്നത്തെ ദിവസം ഇത്രയൊക്കെ സംഭവിച്ചെങ്കിലും സെലക്ട് ആവാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ എൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നമുക്കൊരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഫ്രഷേഴ്സിന് കിട്ടൂല അങ്ങനെയൊന്നുമല്ല. പക്ഷെ നിങ്ങളിപ്പം ഫ്രഷറാണ്, നിങ്ങൾക്ക് ടൈം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂവിൽ എക്സ്ട്രാ നിങ്ങൾ ഒരു പോയിൻ്റായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാർട്ട് ടൈമിനെങ്കിലും പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഇന്നതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കിതൊക്കെ അറിയാം എന്നുള്ളൊരു പോയിൻ്റ് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഫ്രഷറായിട്ട് അങ്ങനെ പോകുമ്പോഴേക്കും നിങ്ങൾ എക്സ്ട്രാordinary പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാത്തവർക്ക് അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം റൗണ്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം എന്നോട് അവർ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അവരവിടെ വന്നിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവർ, അവരവിടെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, അത് നന്നായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അവിടെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് അറിയാവുന്നത് കാരണം ഞാൻ ഏതാണെന്നൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ എന്താ ജോലിയാണ് ചെയ്തിരുന്നേ, അവിടെ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളൊരു ഫ്രണ്ട്ലി ചാറ്റ് പോലെയായിരുന്നു. അപ്പം ആ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ പോലെയായിരുന്നു ആ ഒരു റൗണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഹിന്ദിയൊക്കെ ചോദിച്ചത്. ഹിന്ദിയിലും നോർമൽ ബേസിക് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. എൻ്റെ ഉമ്മാനെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പോൾ അതും എനിക്ക് ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതും പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പം എന്താ പറയുക, നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഒന്നും ഫേക്കായിട്ടോ ഒന്നും പറയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ജെന്യുവനായിട്ട് നമ്മൾ ഓണസ്റ്റായിട്ട് എന്താണോ ഉള്ള കാര്യം അതങ്ങോട്ട് പറയാം. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അതങ്ങോട്ട് ഫേക്ക് ചെയ്യുക, അത്രയാണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. എല്ലാ ക്യാബിൻ ക്രൂവും പറഞ്ഞിട്ടുണ്ടാവും ഇത് തന്നെ. കാരണം നമ്മൾ കോൺഫിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനം എന്നല്ല, നമ്മളുള്ളിൽ തന്നെ വരണ്ടാണ്. നമ്മളത് ഫേക്ക് ചെയ്ത് ലാസ്റ്റ് നമുക്കത് നമ്മളിൽ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു കോൺഫിഡൻസ്. സോ അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ റൗണ്ട്സ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മെഡിക്കൽ ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് തന്നെ മെയിൽ വന്നു മെഡിക്കലിന് പിറ്റേ ദിവസം പോകണം എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ നിന്നു ചെന്നൈയിൽ. അതിനുശേഷം ഞാൻ മെഡിക്കൽ കഴിഞ്ഞിട്ടാണ് അവരെ കൂടെ തിരിച്ച് ഞാൻ കൊച്ചിക്ക് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 മെഡിക്കലുണ്ട്. ഒന്നാമത്തെ മെഡിക്കൽ നമ്മൾ ടെസ്റ്റ് എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മൾ ഡോക്ടറെ പോയി ഈ റിസൾട്ടൊക്കെ കാണിക്കണം. റിസൾട്ട് അവരാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, മെയിൽ ഞാൻ കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും 2ാമത് മെഡിക്കൽ എടുക്കണ്ടേ, 2ാമത് ഡോക്ടറെ കാണണ്ടൊക്കെ വന്നിട്ട് കുറച്ച് എൻ്റെ ഡിലേ ആയി. അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ബോംബെ ബേസ് ആയിരുന്നു എനിക്ക് കിട്ടിയത് ട്രെയിനിങ്ങിന്. അത് കഴിഞ്ഞപ്പോൾ അവർ തന്നെ മെയിൽ അയച്ചു, എനിക്ക് അതിൽ ഫുള്ളായി ബാച്ച്. പിന്നെ ഡൽഹിയിലോട്ട് അസൈൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഡൽഹിയിൽ പോയി 2 മാസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ബ്രേക്ക് എടുക്കേണ്ടെന്ന്. കാരണം അവർ കുറച്ച് നാളത്തേക്കൊന്ന് ട്രെയിനിങ് പോസ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് 2 മാസം നമ്മളെ ഹോം ടൗണിലേക്ക് തന്നെ അയച്ചു. അങ്ങനെ ഹോം ടൗണിൽ വന്നപ്പോഴാണ് പിന്നെ നമുക്ക് ടെൻഷനായി, നമ്മളെ വിളിക്കൂലേ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ അങ്ങനെ സെലക്ട് ആയിരിക്കുവാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബി പേഷ്യൻറ്റ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ ഒരു ജോലി കിട്ടി, നമ്മൾ ഇൻ്റർവ്യൂവിൽ പാസ്സായി, നമ്മൾ
പോയി ജോയിൻ ചെയ്യുന്ന പോലെയല്ല. ഇതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്, ഒരുപാട് സമയമെടുക്കും. ഇൻ്റർനാഷണൽ എയർലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ നമ്മളിതിൻ്റെ പുറകെയൊക്കെ നടന്നാലാണ് നമുക്കൊന്ന് ജോയിനിങ് ലെറ്ററൊക്കെ കിട്ടുന്നത്. അപ്പം ആ ഒരു ടൈം ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഞാൻ 2 മാസം വീട്ടിലിരുന്ന് പിന്നെ എനിക്ക് മെയിൽ വന്ന് പിന്നെ ഞാൻ പോയി കണ്ടിന്യൂ ചെയ്തിട്ട് ഞാൻ ഗ്രാജുവേറ്റ് ആയി. പിന്നെയാണ് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഞാൻ ഫ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ എനിക്ക് ടെൻഷനായിരുന്നു, ഇതൊന്നും കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതുവരെ എത്തി. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടം വരെ 8 മാസത്തോളമായി ഞാൻ ഫ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. സോ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മുതൽ ഇവിടം വരെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടായി, കോൺഫിഡൻസ് ഉണ്ടായി, ഫ്ലുവൻ്റ് ആയി ഒന്നും കൂടി. എനിക്ക് ഹിന്ദി അധികം അറിയില്ലായിരുന്നു, പക്ഷേ ഹിന്ദി ഇപ്പം അത്യാവശ്യമൊക്കെ അറിയാം. അപ്പം അങ്ങനെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്യാബിൻ ക്രൂ വേക്കൻസീസ് ഉണ്ട്. നമ്മളുടെ ആകാശ, എത്തിഹാദ്, ഇൻഡിഗോ ആൻഡ് എവ്രിബഡി ഈസ് ഹയറിങ് നൗ. അപ്പം അത് ആ ഓപ്പർച്യൂണിറ്റി പാഴാക്കാതെ അത് ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ഒത്തിരി കമൻറ്റ്സ് കാണാറുണ്ട്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സ്കാർ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ, ടീത്ത് ക്യാപ്പ് ഉണ്ടെങ്കിൽ, ഹൈറ്റ്, അങ്ങനെ അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കുക. നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഞാൻ മുമ്പും പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ നടക്കുന്നതെന്ന്. അതിന് മുന്നേ ഒരു പേടി ഉണ്ടാവും, അത് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവർ നിങ്ങളൊന്നും ചെയ്യില്ല. കാരണം ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും, നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ ലാക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അല്ലാതെ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒട്ടും ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് പേരെ എനിക്കറിയാം, അവരുടെ 5ാമത്തെ ഇൻ്റർവ്യൂ, 6ാമത്തെ ഇൻ്റർവ്യൂ, 10 ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് സെലക്ട് ആകുന്നവരെ അറിയാം. സോ അതിനെക്കുറിച്ച് ആലോചിച്ച് വരീഡാവേണ്ട ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്, വണ്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കേൾക്കില്ല. അപ്പം നെക്സ്റ്റ് ഞാൻ എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് പറയരുത് പ്ലീസ്. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ അങ്ങോട്ട് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.